السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാമ്പസുകളുടെ ഇന്നത്തെ സ്ഥിതി വളരെയേറെ ശോചനീയമാണ് എന്ന് അറിയാത്ത ആരും തന്നെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ അശ്ലീലതകളുടെയും ആഭാസങ്ങളുടെയും കേന്ദ്രമായി കൂത്തരങ്ങായി മാറിയ നമ്മുടെ കലാലയങ്ങൾ, ഈ കലാലയങ്ങളിൽ നടക്കുന്ന സംഗതികൾ ദിനേന മീഡിയകളിലൂടെ, വാർത്തകളിലൂടെ നമ്മൾ കേട്ട് വല്ലാതെ നടുങ്ങുകയാണ്. വളരുന്ന ഈ തലമുറയെ ഓർത്ത് നമ്മുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിനിടയിലും കലാലയങ്ങളിൽ ചില പ്രതീക്ഷകൾക്ക് വക നൽകുന്ന വിദ്യാർത്ഥികളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിര്യാണിക്ക് മീതെ വസ്ത്രമെടുത്ത്, അതുപോലെ തന്നെ താടി വളർത്തുന്ന, അതുപോലെ സർവ്വ ഹറാമുകളിൽ നിന്നും അകപ്പെടാതെ അവയിൽ നിന്നെല്ലാം സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന, അതുപോലെ തന്നെ സഹപാഠികൾക്ക് ധാർമ്മികതയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു വിഭാഗത്തെ നമുക്ക് പല ക്യാമ്പസുകളിലും പ്രതീക്ഷയോടെ നോക്കിക്കാണാനാകുന്നു. അതുപോലെ തന്നെ ശരീരം മറക്കുന്ന, തൻ്റെ ശരീരം ഒരിക്കലും അന്യപുരുഷൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാത്ത, പടച്ചവനെ ഭയപ്പെടുന്ന നല്ലൊരു വിഭാഗം പെൺകുട്ടികളെയും ഇത്തരം കലാലയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക്, ഒരു പ്രതീക്ഷയുടെ തുരുത്തിലേക്ക് എത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവരിൽ നല്ലൊരു ശതമാനവും നമ്മുടെ മഹത്തായ പ്രോഫ്കോൺ അഥവാ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനങ്ങളിലൂടെ വളർന്നു വന്നവരാണ്. നമുക്കറിയാം, MSM 10-20ഓളം വർഷങ്ങളിലായി നടത്തിവന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസിന് മാത്രമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാസമ്മേളനങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും അതുപോലെയുള്ള സമാനമായ മറ്റു പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ 20ഓളം പ്രോഫ്കോണുകളിലൂടെ വെളിച്ചം കിട്ടിയ ധാരാളം ആളുകളെ നമുക്ക് നേരിട്ടും പറഞ്ഞു കേട്ടും നമുക്കറിയാം. അതിൻ്റെ 21ാമത്തെ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മാർച്ച് 10, 11, 12 തീയതികളിലായി പാലക്കാട് വെച്ച് നടക്കാൻ പോവുകയാണ്. നാം വളരെ നൊമ്പരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, അഥവാ ക്യാമ്പസുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ ഓർത്ത് നെടുവീർപ്പിടാനേ നമുക്കിന്ന് കഴിയുന്നുള്ളൂ. പക്ഷേ നമുക്കെന്തെങ്കിലും ചെയ്യാനാവില്ലേ സഹോദരങ്ങളെ? തീർച്ചയായും ചെയ്യാനാകും, ചെയ്യണം നമുക്ക്. അതായത് നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികളുടെ നമ്പറുകൾ ശേഖരിച്ച്, പ്രൊഫഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പറുകൾ ശേഖരിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ MSMൻ്റെ ഭാരവാഹികളിലേക്ക് അറിയിച്ചാൽ അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. മാത്രമല്ല, അങ്ങനെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ 3 ദിവസം അവിടെ താമസിച്ച് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും സൗകര്യങ്ങളും, അതുപോലെ തന്നെ അവർ പിരിഞ്ഞു പോകുമ്പോൾ ഈ സമ്മേളനത്തിൻ്റെ നല്ല ഓർമ്മകൾ നിലനിർത്തുവാനും ഭാവിയിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഉതകുന്ന നിലക്കുള്ള CD-കളും പുസ്തകങ്ങളും അടങ്ങുന്ന ഒരു കിറ്റും അവർക്ക് നൽകേണ്ടതുണ്ട്. ധാരാളം ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ മഹത്തായ സമ്മേളനം എത്ര പേരെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരനും ചിന്തിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ വഴിവിട്ട പോക്കിനെ സംബന്ധിച്ച് നെടുവീർപ്പിടാനും നൊമ്പരപ്പെടാനും മാത്രമല്ല നമുക്ക് ബാധ്യതയുള്ളത്. ഇത്തരത്തിലുള്ള ചെളിക്കുണ്ടിൽ ആപതിച്ച് കിടക്കുന്ന ആയിരങ്ങളെ കൈപിടിച്ചുയർത്താൻ, അതിൽ ആരെയെങ്കിലും കൈപിടിച്ചുയർത്താൻ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യമായ ചിന്തയുടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസം അവിടെ ആ കുട്ടികൾ ക്യാമ്പടിച്ച് വിശ്വാസങ്ങളും കർമ്മപരമായ കാര്യങ്ങളും അത്യാവശ്യമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയെ സംബന്ധിച്ചൊക്കെയുള്ള ഉത്ബോധനങ്ങൾ അവർക്ക് ശ്രവിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആ 3 ദിവസത്തെ ഒരു കുട്ടിയുടെ ചെലവിലേക്ക് 950 രൂപയാണ് ഏകദേശം നമ്മളൊരു ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് എത്ര കുട്ടികളുടെ ചെലവ് എനിക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കുമെന്ന് ഓരോ സഹോദരനും ചിന്തിക്കേണ്ടുന്ന പരമപ്രധാനമായ സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അധാർമികതകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന, വളരെയേറെ പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഞാനും ചെലവഴിച്ചുകൊണ്ട്
ഒരു കുട്ടിയെയെങ്കിലും, അതല്ലെങ്കിൽ എത്രയാണോ എനിക്ക് സാധിക്കുക എങ്കിൽ അത്രയും കുട്ടികളെയെങ്കിലും ഈ മഹത്തായ സന്ദേശം കേൾപ്പിക്കുവാൻ ആവശ്യമായ ഒരു സഹായ സഹകരണം എൻ്റെ ഭാഗത്തു നിന്ന്, ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിത്തീരണം എന്ന് അറിയിക്കുവാനാണ് ഈ വോയിസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എല്ലാ സഹോദരീ സഹോദരങ്ങളും ഈ സംരംഭത്തോട് കൂടുതൽ സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. നാം കാരണമായി ഒരു കുഞ്ഞെങ്കിലും, ഒരു കുട്ടിയെങ്കിലും, ഒരു വിദ്യാർത്ഥിയെങ്കിലും നന്മയുടെ വെളിച്ചത്തിലേക്ക് അവർ കടന്നു വന്നാൽ ഇൻഷാ അല്ലാഹ് അവരുടെ ഭാവി ജീവിതത്തിൻ്റെ എല്ലാ നന്മകളിലും അതിന് സഹായിച്ച നമ്മുടെയൊക്കെ ആ പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലം നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ ഖബറുകളിലേക്ക് എത്തുന്ന സൽക്കർമ്മമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ മാത്രം ഒത്തുകൂടുന്ന, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സജ്ജീകരണവും സൗകര്യങ്ങളും ഒരുക്കേണ്ടുന്ന ഈ 21ാമത് പ്രോഫ്കോൺ പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ എത്രയാണോ എനിക്ക് സാധിക്കുക അത്രയും മുന്നോട്ട് വരിക. നമ്മുടെ കഴിവും കഴിവുകേടും അറിയാവുന്ന അള്ളാഹു നാം എന്ത് നൽകിയാലും അത് നമ്മളിൽ നിന്ന് ആത്മാർത്ഥതയോടെയാണെങ്കിൽ സ്വീകരിക്കും, ഇരട്ടിക്കിരട്ടിയായി നമുക്ക് തിരികെ തരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഈ മഹനീയമായ സംരംഭത്തിലേക്ക് ധാരാളം കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരും സ്പോൺസർ ചെയ്യണം എന്ന് ഉണർത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ കൈകോർക്കുവാൻ, തിന്മയ്ക്കെതിരെ വേണ്ട രൂപത്തിൽ ശബ്ദിക്കുവാനും പ്രതിരോധിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കരുത്തും ഈമാനും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.